ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ KSRTC ബസ്സിൻ്റെ പാർട്ട് 10 വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ നമ്മൾ KSRTC ബസ്സിൻ്റെ ഫ്രണ്ട് ടയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കമൻറ്റ് വന്നിരുന്നു ഗൈസ്, ബസ്സിൻ്റെ ടയർ ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ചെയ്യാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ടയർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മളിതിൻ്റെ ഫ്രണ്ട് ടയറാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബാക്ക് ടയറിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കും എന്തിൻ്റെയും മിനിയേച്ചറൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. നമ്മളത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ഗൈസ്, നമ്മളിതുപോലെ ഓരോ ഭാഗങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് പാർട്ടായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പുതിയതായിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്കും ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടയർ ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതുപോലെ ഒരു സിമ്പിളായിട്ട് ഫ്രണ്ട് ടയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മൾ ഫോം ഷീറ്റ് 4 റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് 4 കട്ട് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ആദ്യം അതിൻ്റെ ആ വെളിയിലെ ആ റൗണ്ട് വരച്ചത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം ഗൈസ്. 4 കട്ട് ചെയ്തെടുക്കണം. ഗൈസ്, അപ്പം നമ്മളങ്ങനെ 4 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ് റൗണ്ടിലുള്ള. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ നടുക്കത്തെ സർക്കിൾ വരച്ചിട്ടുണ്ടല്ലോ, അതും നമ്മൾ 4 നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ അതും 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റാക്കി ഒന്ന് പിടിച്ചിട്ട് നമ്മളൊന്ന് പശ ഒഴിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം ഗൈസ്. എല്ലാ പീസും ഒട്ടിച്ചെടുക്കണം. നല്ല രീതിക്ക് തന്നെ പശ ഒഴിച്ച് ഒട്ടിക്കണം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളത് എല്ലാത്തിൻ്റെയും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആ പുറം വശവും പിന്നെ അതിൻ്റെ അകംവശവും ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് ലെവലാക്കി എടുക്കണം ഗൈസ്. നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് ലെവലാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് ഗൈസ് നമ്മൾ ഉരച്ച് ലെവലാക്കുന്നത് ഗൈസ്. പിന്നെ പുറം വശവും അകംവശവും നമ്മൾ ഉരച്ച് ലെവലാക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇടയ്ക്ക് കഴിഞ്ഞ വീഡിയോയിൽ സിലിക്കുണ്ടാക്കിയ വീഡിയോയിലൊക്കെ നമ്മളൊരു ഇത് ഉരച്ച് കിട്ടുന്ന ഒരു പൊടി പറഞ്ഞില്ല, ഇതാണ് ഗൈസ്. ഫോം ഷീറ്റ് ഉരയ്ക്കുമ്പോൾ കിട്ടുന്ന പൊടിയാണ് ഗൈസ്. പൊടി ഇട്ടിട്ട് പശ വെച്ച് നല്ല വെള്ളത്തിൽ ഒട്ടിയിടുന്നുണ്ട് ഗൈസ്. നമ്മളതിൻ്റെ അകംവശവും പുറം വശവും നമ്മൾ ഉരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളതിൻ്റെ ആ 2 സൈഡ് വശവും പിന്നെ അതിൻ്റെ അകത്തെ ആ ഒരു വശം നമ്മൾ കട്ട് ചെയ്യണം ഗൈസ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, ഒത്തിരി ഒന്ന് കയറ്റി കട്ട് ചെയ്ത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ഉരയ്ക്കാൻ എളുപ്പത്തിനാണ് ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഉരയ്ക്കേണ്ടി വരും. കുറച്ച് കട്ടിയായിട്ട് ഉരയ്ക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഉരച്ചാൽ മതി ഗൈസ്. നല്ല ഷേപ്പാക്കി പെട്ടെന്ന് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ ആ 2 വശത്തിൻ്റെ പിന്നെ അകത്ത് ആ ഒരു വശം നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഉരച്ച് സെറ്റാക്കി എടുക്കണം ഗൈസ്. നമ്മൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ഗൈസ്, ഇപ്പോൾ ഇതെങ്ങനെയാണ് ഉരയ്ക്കുന്നത് നമ്മൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ പുറം വശം ഉരച്ചെടുക്കുന്നത് ഗൈസ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇതിൻ്റെ ചുറ്റും സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അപ്പുറം വശവും ഇതിൻ്റെ അകംവശവും സെറ്റ് ചെയ്യുന്നത് ഇതുപോലെയാണ് ഗൈസ്. ഇതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മളങ്ങനെ എൻ്റെ 2 വശവും അകംവശവും വരച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ അകത്തെ ഒരു പോർഷൻ നമ്മൾ റെഡിയാക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലത്തെ 2 കുഞ്ഞു പീസ് എടുക്കണം. ഇതിൻ്റെ അകത്ത് തന്നെ കട്ട് ചെയ്തെടുത്ത പീസ് മതി. അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചതിന് ശേഷം ഇതൊന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് ചുറ്റും റെഡിയാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മളത് ചുറ്റും സാൻഡ് പേപ്പർ ഇട്ട് ഒരു സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വശം നമ്മൾ നേരത്തെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരച്ചൊന്ന് സെറ്റാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾ കാണിച്ചു തരാം. ഇതുപോലെ കട്ട് ചെയ്യണം, എന്നിട്ട് ഒന്ന് ഉരച്ചൊന്ന് ഒരു വളവ് പോലെ ആക്കി എടുത്താൽ മതി ഗൈസ്. ഗൈസ് അപ്പോൾ ഇനി സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് ഇങ്ങനെ സെറ്റാക്കി കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ചുറ്റും നമ്മൾ ഉരച്ച് ഇതുപോലെ ആക്കിയെടുക്കണം ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഗൈസ്, ഇതിൻ്റെ എവിടെയൊക്കെയാണ് കട്ട് ചെയ്യാന്നുള്ളതെന്നൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി ഗൈസ്. ഇനി നമ്മൾ ഈ സൈഡിൽ ഏറ്റവും സൈഡിലായിട്ട് വരച്ചേക്കുന്ന ആ ഒരു 4 പോർഷൻ്റെ അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക ഗൈസ്. ഗൈസ് അപ്പോൾ അതിൻ്റെ 4 വശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഇതിൻ്റെ നടുക്കത്തെ പോർഷനാണ് ഗൈസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ നടുക്കത്തെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നടുക്കത്തെ പോർഷൻ ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടി നമ്മളിതുപോലെ ഒരു അരവ് എടുത്തിട്ട് അതിൻ്റെ അകത്തിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഭാഗമെല്ലാം പൊടിഞ്ഞ് വന്നിട്ട് ഒന്ന് ലെവലായി സെറ്റായിട്ട് വന്നോളും ഗൈസ്. കറക്റ്റ് റൗണ്ട് പോലെ ആയി വന്നോളും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ആരോ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ചുരുട്ടിയിട്ട് അതിൻ്റെ അകത്തിട്ടൊന്ന് ചെയ്താലും മതി ഗൈസ്. ഇപ്പോൾ ഇതേപോലെ തന്നെ അടിപൊളി ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഡോട്ട് ഉണ്ടല്ലോ, അവിടെ നമ്മൾ 8 എണ്ണം ഉണ്ട്. ആ 8 എണ്ണം നമ്മൾ ഹോൾ ചെയ്ത് കൊടുക്കണം ഗൈസ്. നമ്മൾ കോമ്പസ് ഇട്ട് ചെയ്താൽ മതി ഗൈസ്. അത്രേൻ്റെ ആവശ്യമുള്ളൂ, ഒരുപാട് വലിയ ഹോളിൻ്റെ ആകുന്ന ആവശ്യമില്ല ഗൈസ്. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ലീഫ്ലറും ഒരു സാമ്പ്രാണിക്കൊള്ളിയും വേണം. സാമ്പ്രാണിക്കൊള്ളി ലീഫിൻ്റെ അകത്ത് ഇറങ്ങുന്ന രീതിക്കാണ് വേണ്ടത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ ലീഫ്ലറിൻ്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 8 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 8 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ സാമ്പ്രാണിക്കൊള്ളി അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഗൈസ്. ഇതിൻ്റെ ഇതുപോലെ 8 എണ്ണം കട്ട് ചെയ്തെടുക്കണം ഗൈസ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പോർഷനിലേക്ക് ഈ സാമ്പ്രാണിക്കൊള്ളി ഒന്ന് ഒരു ഹോളിലേക്ക് ഇറക്കി കൊടുക്കുക ഗൈസ്. വീഡിയോ കാണുന്ന പോലെ തന്നെ ഇറക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ലീഫ്ലറിൻ്റെ ആ കുഞ്ഞു ഭാഗമില്ലേ അതെടുത്ത് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക ഗൈസ്. ഇതേപോലെ തന്നെ ചെയ്യണം. ഗൈസ് അപ്പോൾ ഇനി ചുറ്റും ഇതുപോലെ തന്നെ ചെയ്യണം ഗൈസ്. ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നടുക്കത്തെ പോർഷനിൽ ഒരു ചെറിയ പീസ് ഒട്ടിക്കണം ഗൈസ്. അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിക്കാണ് ഗൈസ് എടുക്കുന്നത്. അതിൻ്റെ ചെറിയ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഗൈസ്. ഗൈസ് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പീസിൻ്റെ നടുഭാഗത്ത് ഇത് ഒട്ടിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതുപോലെ തന്നെ ഇറക്കി വെച്ചിട്ട് ഒരു കോമ്പോസിറ്റ് ഇതുപോലെ നേരെ പിടിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളിത് അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ നടുക്ക് വെച്ചൊന്ന് ഒട്ടിക്കണം ഗൈസ്. അപ്പോൾ ഇത് കുറച്ച് ലൂസാണ്, അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയാണ് ഗൈസ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ടയറിൻ്റെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതെങ്ങനെ നടുക്ക് വെച്ച് ഒട്ടിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊരു ബുഷാണ് ഗൈസ്. അതിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഗൈസ്. ഇതിൻ്റെ അകത്ത് കയറ്റാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഇത്രയും ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതിന്ന് ജസ്റ്റ് സാൻഡ് പേപ്പർ ഇട്ട് കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഈ ബുഷിൻ്റെ അകത്ത് കയറിയിരിക്കാനുള്ളൊരു അളവിൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ സെറ്റാക്കണം. ഈ ബുഷിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും ഗൈസ്. നമ്മൾ ഇതിലാണ് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ആ ബുഷിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ബുഷിൽ ഒട്ടിക്കരുത്, ബുഷിലല്ല നമ്മൾ ഒട്ടിക്കേണ്ടത്.
ബുഷ് നമുക്ക് എടുക്കാനുള്ളതാണ് ഗൈസ്. ബുഷിൽ ഒട്ടിക്കണ്ട, നമ്മൾ ആ ടയറിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇത് ഒട്ടിച്ച് വെക്കുന്നത്. സെൻറ്ററിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു വയറിംഗ് കഷ്ണം എടുക്കണം ഗൈസ്. അതതിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിൻ്റെ ഗ്യാപ്പുള്ളിടത്തൊക്കെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ അത് അവിടെ ഇരുന്നോളൂ. ബുഷ് ഒട്ടാതെ നിങ്ങൾ നോക്കണം ഗൈസ്. ഒട്ടിക്കുമ്പോൾ ബുഷ് ഒട്ടരുത്. ബുഷ് നമുക്ക് എടുക്കാനുള്ളതാണ്. ബുഷ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. ബുഷ് പൊട്ടിക്കരുത്. നിങ്ങൾ ബുഷ് വെക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി ഗൈസ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ടുള്ളൊരു ഐഡിയക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ ബുഷ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വെച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ നമുക്ക് ബെയറിങ്ങെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്ക് ആ ബുഷ് ഒന്ന് ഊരിയെടുക്കണം. എൻ്റെ വീക്കെന്നെ നോക്കിയിട്ട് നമ്മൾ ആ ബുഷ് ഊരിയെടുക്കണം ഗൈസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യും ഗൈസ്. ഞാനിപ്പോൾ ഇത് ബുഷ് ഉള്ളതുകൊണ്ട് ഇത് ബുഷ് വെച്ചാണ് ഗൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ബെയറിംഗ് എല്ലാം അതിൽ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബുഷ് വെച്ചത് ഗൈസ്. പിന്നെ പുറകിൽ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കണം ഗൈസ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫോംഷിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ ഇട്ടിട്ട് ആ ഒരു ഗ്യാപ്പിലൊക്കെ ഒന്ന് ഇട്ട് പരത്തി കൊടുത്തതിന് ശേഷം പശ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുക ഗൈസ്. നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിപ്പോത്തൊന്നുമില്ല ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ ബുഷ് നമ്മൾ വെച്ച് വേണമെങ്കിൽ നമ്മൾ അടുത്ത പൊടി ഇട്ട് ഒട്ടിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ബുഷ് കയറ്റിയോ ഗൈസ് കേൾക്കുന്നുണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സാൻഡ്ബോക്സിലിട്ട് ഒന്നുകൂടെ ഒട്ടിച്ചിട്ടാണ്. പിന്നെ നമ്മളതിൻ്റെ ഗ്രിപ്പാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇതുപോലെ ട്യൂബ് വേണം. അത് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മളൊരു സ്ട്രിപ്പ് പോലെ എടുക്കണം ഗൈസ്. സൈക്കിൾ ട്യൂബാണ് ഗൈസ് നമ്മൾ എടുത്തത്. അത് ഇതുപോലെ വെച്ച് ഒട്ടിക്കണം ഗൈസ് അതിൻ്റെ ചുറ്റും. ഗൈസ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതിൻ്റെ ചുറ്റും ഒട്ടിച്ചിട്ട് കാണിക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മളിതിൻ്റെ ചുറ്റും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള നമ്മൾ ആ ഒരു ഗ്രിപ്പിൻ്റെ ആ സൈഡിലോട്ടുള്ളതൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ രണ്ട് സൈഡിലെ ടയറും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ചെയ്തതാണ് ഗൈസ്. ആർക്കും ചെയ്യാൻ ഗൈസ്. നമ്മൾ പിന്നെ ബുഷ് നമ്മളിപ്പോൾ ഒട്ടിക്കാത്തത് നമ്മൾ ഈ ബുഷിലാണ് ഗൈസ് ബെയറിംഗ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒട്ടിക്കാതെ ഇരിക്കുന്നത് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഈ ടയർ പെയിൻറ്റ് അടിക്കുന്നില്ല, നമ്മൾ ബാക്ക് ടയറും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെയിൻറ്റ് അടിക്കുന്നുള്ള ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ വേറെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ തന്നെ മറ്റൊരു വീഡിയോ കാണാം ഗൈസ്. ബൈ.